നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ അപ്രതീക്ഷിതമായ നീക്കത്തിലൂടെ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന കൊച്ചിയിലെത്തി ക്രൈസ്തവ സഭാധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തും. ചൊവ്വാഴ്ച ഏതാണ്ട് അർദ്ധരാത്രിയോടുകൂടിയാണ് ഡൽഹിയിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ വിമാനം കൊച്ചിയിൽ എത്തിച്ചേരാൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ ഭൂമികയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നവരാണ് കേരളത്തിലെ വിവിധ ക്രിസ്തീയ സഭകൾ. ലവ് ജിഹാദ് വിഷയത്തിലായാലും പ്രധാനമന്ത്രിയുടെ നയങ്ങളുടെ പേരിലായാലും അനവധി മേഖലകളിൽ സമാനമായ അഭിപ്രായമാണ് BJPക്കും ക്രിസ്തീയ സഭകൾക്കും ഉള്ളത്. സംസ്ഥാനത്തെ യാക്കോബ സഭ ഒഴികെയുള്ള ക്രിസ്തീയ മത മേലധ്യക്ഷന്മാരുമായി ഡൽഹി ഗവർണർ ചർച്ച നടത്തും. പല മണ്ഡലങ്ങളിലും ക്രിസ്തുമത വിശ്വാസികൾ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് നിർണായക സ്വാധീനമായതിനാൽ ക്രിസ്ത്യൻ വോട്ടുകൾ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഡൽഹി ഗവർണറുടെ ഈ കൂടിക്കാഴ്ച എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. സീറോ മലബാർ സഭാധ്യക്ഷൻ കർദിനാൾ മാർ റാഫേൽ തട്ടിലുമായി നാളെ കൊച്ചിയിൽ വെച്ച് ആദ്യ കൂടിക്കാഴ്ച നടത്തുന്ന ഗവർണർ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭാധ്യക്ഷൻ ബസീലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവയുമായും സംസാരിക്കും. ഇതിനെ തുടർന്ന് ബിലീവേഴ്സ് ചർച്ചിന്റെ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് വെച്ച് ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയുമായും കൂടിക്കാഴ്ച നടത്തും. എന്നാൽ നിലവിൽ യാക്കോബ സഭയുമായി ഒരു കൂടിക്കാഴ്ചയും ഗവർണർ സമ്മതം തേടിയിട്ടില്ല. BJPക്ക് ഏതാണ്ട് പരസ്യമായ പിന്തുണ ബിലീവേഴ്സ് ചർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് പല സഭകളും പരോക്ഷമായി പല ഘട്ടങ്ങളിലും BJP നയങ്ങളോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും അടുപ്പം കാണിച്ചവരാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വ്യക്തമായി അനുകൂലിച്ചുകൊണ്ട് വാരാപ്പുഴ അതിരൂപത രംഗത്തെത്തിയത്. ഇനിയും എന്തിനാണ് നമ്മൾ അധികാര സ്ഥാനങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നത് എന്നായിരുന്നു വാരാപ്പുഴ അതിരൂപതയുടെ മുഖപത്രം തുറന്നു ചോദിച്ചത്. എന്നാൽ ചില യാക്കോബ സഭകൾ മുഖ്യമന്ത്രി പിണറായി വിജയന് അനുകൂലമായി നിലപാടെടുക്കുന്നവരാണ്. അത്തരം സഭയുമായി ഒരു കൂടിക്കാഴ്ചയും ഡൽഹി ഗവർണർ നിശ്ചയിച്ചിട്ടില്ല. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വോട്ടുകൾ BJP പക്ഷത്തേക്ക് ഉറപ്പിക്കാൻ ഗവർണറുടെ ഈ വരവിന് കഴിയുമോ എന്ന് കാത്തിരുന്ന് കാണുക തന്നെ ചെയ്യണം. അങ്ങനെ സംഭവിച്ചാൽ വലിയൊരു പരിവർത്തനത്തിന് തന്നെയായിരിക്കും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം സാക്ഷ്യം വഹിക്കുവാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.